ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതും റീസെൻ്റ്ലി സ്റ്റോക്ക് ബ്രേക്ക് ചെയ്ത ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഇന്ന് സ്റ്റോക്ക് 2.2% ക്ലോസിംഗ് ബേസിസിൽ ഇടിഞ്ഞ് 240 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ഇന്ന് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ സ്റ്റോക്ക് 250 രൂപ വരെ ഉയരുകയും അതിനുശേഷം സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് സ്റ്റോക്ക് 236 രൂപ വരെ ഇടിയുകയും ചെയ്തിരുന്നു. പിന്നീട് സ്റ്റോക്ക് 240 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 200 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്ന സ്ഥിതിക്ക് ഇറാഡ എന്ന സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യണമോ അല്ലെങ്കിൽ സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് വിവിധ അനലിസ്റ്റുകളുടെ ഒപ്പീനിയനാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യ അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്കിന് 223 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 275, 300 പോലുള്ള ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാമെന്നാണ്. ഇതിനുള്ള കാരണം സ്റ്റോക്ക് റീസെൻ്റ്ലി അതിൻ്റെ കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്കൗട്ട് നൽകി 4 മാസം നീണ്ടുനിന്ന റൗണ്ടിംഗ് ബോട്ടം പാറ്റേൺ രീതിയിലുള്ള കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നാണ് സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകിയത്. ഈ ബ്രേക്കൗട്ട് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ 223 വരെയുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിനെ ഹയർ സൈഡിലേക്ക് 275, 300 പോലുള്ള ടാർഗറ്റുകളിൽ ചേസ് ചെയ്യാമെന്നാണ് അനലിസ്റ്റ് പറയുന്നത്. കൂടാതെ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് അനലിസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ലിസ്റ്റിംഗ് ടൈമിൽ തന്നെ ഏകദേശം ലിസ്റ്റിംഗ് ടൈമിൽ നിന്നും ഇതുവരെ 690% റിട്ടേൺ നൽകിയിട്ടുണ്ട്. സ്റ്റോക്കിൽ സ്ട്രോങ് മൊമെൻറ്റമാണുള്ളത്. ഇവിടെ റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന സെല്ലിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ നിന്നും സ്റ്റോക്ക് ഉടൻ തന്നെ റിക്കവർ ആകുമെന്നും 300 രൂപ വരെയുള്ള ടാർഗറ്റ് എയിം ചെയ്യാമെന്നും പറയുന്നു. ഇറാഡയുടെ ഇറാഡയുടെ EMA അതായത് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 50-day, 100-day, 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലാണ്. ഇത് ഒരു സ്ട്രോങ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റിനെ വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 220 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിന് 260, 320 പോലുള്ള ടാർഗറ്റുകൾ എയിം ചെയ്യാമെന്ന് പറയുന്നു. ഇൻക്രെഡ് എക്വിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സ്റ്റോക്കിൽ സിഗ്നിഫിക്കൻ്റ് അപ്സൈഡ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. 200 എന്ന ലെവലിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 250 എന്ന ലെവൽ വരെ ഉയരുകയും ചെയ്തു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 200, 210 തുടങ്ങിയ ലെവലുകളിൽ ലഭിക്കുകയാണെങ്കിൽ അവിടെ ഫ്രഷ് എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാം. ഇറാഡയുടെ ക്വാർട്ടർലി റിസൾട്ടും ഉടൻ തന്നെ വരും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. 1893 കോടിയിൽ നിന്നും റവന്യൂ 9136 കോടിയിലേക്ക്, അതായത് 382% വളർച്ച കമ്പനി കൈവരിച്ചു. കൂടാതെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 67% വർദ്ധിച്ച് 3174 കോടിയിൽ നിന്നും 5320 കോടിയിലേക്ക് എത്തുകയും ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺ ബുക്ക് 33% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഇറാഡ എന്ന സ്റ്റോക്ക് 200 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകി 250 വരെ എത്തി. അതിനുശേഷം ഇന്ന് സ്റ്റോക്ക് 240 ട്രേഡ് ചെയ്യുകയാണ്. 210, 225 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്രഷ് ബൈയിങ്ങിൻ്റെ ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഹൈ മൊമെൻറ്റം സ്റ്റോക്ക് സെൻഗോ ഗോൾഡ് ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4.7% ഇടിഞ്ഞ് 1008 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 8000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.07, 52 വീക്ക് ഹൈ 1177, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. സെൻഗോ ഗോൾഡിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത്. സെൻഗോ എന്ന കമ്പനിയുടെ റിറ്റെയിൽ സെയിൽസ് 11% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 4% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആവറേജ് ട്രാൻസാക്ഷൻ വാല്യൂവും ആവറേജ് സെല്ലിംഗ് പ്രൈസും 12% ഉയർന്നു. ടോട്ടൽ സെയിൽസ് 9% ഇയർ ഓൺ ഇയറിൽ ഉയർന്നു. സെൻഗോ എന്ന കമ്പനി ഈ ക്വാർട്ടറിൽ ഏകദേശം 6 പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 165 ഉയർത്തുകയും ചെയ്തു. സെൻഗോ എന്ന സ്റ്റോക്കിലും റെസിസ്റ്റൻസ് ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റോക്ക് 1000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് പലപ്പോഴും ഇതേ രീതിയിൽ കറക്റ്റ് ആകുകയും അതിനുശേഷം ട്രെൻഡ് ലൈൻ സപ്പോർട്ടോടുകൂടി ഹയർ സൈഡിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഫോളോ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.